ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, ആക്ച്വലി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് മെയിനായിട്ട് മെമ്പർഷിപ്സ് ഞാൻ ഓഫാക്കാൻ പോവുകയാണ്. ഓക്കെ, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആക്ച്വലി ഒരു യാത്ര എനിക്ക് വേണ്ടി വരും. ഇന്ത്യയിലേക്ക് ഒരു ട്രിപ്പ്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാനൊരു യാത്രയിലായിരിക്കും. സോ അതുകൊണ്ട് ഈ റീഡിങ്സും എത്ര വരും എന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ മെമ്പർഷിപ്സ് എനിക്ക് ചെയ്യാൻ ഒട്ടും നിവൃത്തി ഉണ്ടാവില്ല. ഓക്കെ, ഇത് തന്നെ നോർമൽ വീഡിയോസ് തന്നെ ബുദ്ധിമുട്ടാണ്. സോ മെമ്പർഷിപ്പ് ഒട്ടും സാധിക്കില്ല. അപ്പം ഞാൻ അടുത്ത ഇപ്പം ഞാനത് ഓഫ് ചെയ്ത് വിടാൻ പോവുകയാണ്. ഇതുവരെയുള്ള മെമ്പേഴ്സിന് എല്ലാവർക്കും എനിവേ വളരെ താങ്ക് യു. ഓക്കെ, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസത്തേക്ക് എന്തായാലും ഞാൻ നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് നോക്കാം. ദൈവം സഹായിച്ച് എന്തൊക്കെയാണ് പ്ലാൻ എന്ന് എനിക്കും പറയാൻ പറ്റുന്നില്ല. ഭഗവാൻ എന്തെങ്കിലും എല്ലാത്തിലും കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഓരോ പർപ്പസ്. എനിക്ക് സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ടുന്ന കോൾഡും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ്. അതങ്ങനെയാണ്, നമുക്ക് ഒന്നിനു മേലെ ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളതിനെ ഓവർകം ചെയ്ത് പോവാൻ ദൈവം തന്നെ കൂടെ ഉണ്ടാവട്ടെ, അത്രേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സോ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് നാട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അത് കാരണം ഞാൻ മെമ്പർഷിപ്സ് ഓഫ് ചെയ്യുകയാണ് ഇതുവരെയുള്ളവർക്ക്. അതായത് നിങ്ങളുടെ മന്ത് കംപ്ലീറ്റ് ആവുന്നവരെ. ഓക്കെ, ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ തീർച്ചയായിട്ടും ഇടാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് മന്ത് അവർ ചാർജ് ചെയ്യില്ല, അങ്ങനെയാണ് യൂട്യൂബിൻ്റെ, അങ്ങനെയാണ്. ബട്ട് ഈ മന്ത് നിങ്ങൾക്ക് നഷ്ടം വരരുത്. ഇപ്പോൾ ഈ അടുത്തായിട്ടൊക്കെ ജോയിൻ ചെയ്തവർ, ഓൾറെഡി മെമ്പർഷിപ്പ് കഴിയുന്നവർ റിന്യൂ ചെയ്യരുത്. ഓക്കെ, റിന്യൂ ചെയ്യേണ്ട. എന്തായാലും ഞാൻ ഓഫ് ചെയ്ത് വിടാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഓക്കെ, അതവർ ചാർജ് ചെയ്യില്ല. പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കപ്പോൾ ഒരു മാസത്തോളം ആ മെമ്പർഷിപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, മെമ്പർഷിപ്പിലിട്ട വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ചെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, എന്നോട് ക്ഷമിക്കുക, നിവർത്തിയില്ല എന്നിട്ടാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു എമർജൻസി വന്നുപോയി. സഡൻ പ്ലാനാണ്. ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ഒരു മാസത്തേക്കുള്ള ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷെ അത്ര പോലും കിട്ടില്ല, എനിക്കറിയാം. ഞാൻ നെക്സ്റ്റ് ഈ ഫസ്റ്റ് വീക്ക് ഓഫ് നവംബറിൽ ട്രാവൽ പ്ലാനാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അധികം സമയം പോലും എനിക്ക് കിട്ടുന്നില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിന് വേണ്ടി നിങ്ങൾക്ക് മെമ്പർഷിപ്സിൽ എന്തെങ്കിലും എക്സ്ട്രാ ഇടാൻ എന്തെങ്കിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് നടക്കില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു വീഡിയോ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ മെമ്പർഷിപ്പ് തീരുന്നവരെ, ആ ഒരു മാസത്തെ ഉണ്ടാവുമല്ലോ, അത് തീരുന്നവരെ എന്തെങ്കിലും എക്സ്ട്രാ 1-2 വീഡിയോസെങ്കിലും ഞാൻ തരാൻ ശ്രമിക്കാം. ഓക്കെ, എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നത് ഞാൻ ചെയ്യും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കിതെല്ലാം കയ്യിൽ കൊണ്ടുപോകാനും പറ്റില്ല. നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ ടൈപ്പും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഉള്ളതിനെ വെച്ച് എന്തെങ്കിലും പറയാമെന്നല്ലാതെ അതിനപ്പുറം ചിലപ്പോൾ നടക്കില്ല. പിന്നെ മാത്രമല്ല, നോക്കട്ടെ, എന്തെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. അറ്റ്ലീസ്റ്റ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഐ ഡോണ്ട് നോ, എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കാമെന്ന് എനിക്കും അറിയുന്നില്ല. ചില സമയത്ത് അങ്ങനെയാണ് അല്ലേ, നമ്മളെ പിടിച്ചൊരു ഇതിലിടും, നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലിടും. പിന്നെ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ക്ഷമിക്കുക എല്ലാവരും. ഓക്കെ, അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ, എനിക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാം കഴിയട്ടെ, നമുക്കൊരു മാസം കഴിയട്ടെ. ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലേക്ക് മേ ബി എന്തെങ്കിലും പുതിയതായിട്ട് ഒരു പുതിയ തുടക്കം യൂണിവേഴ്സ് എന്താ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല, നോക്കാം. സോ അങ്ങനെ ഒരു കാര്യം. വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, മെയിനായിട്ട് അതായിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിങ് എന്തായാലും ഗൈഡൻസ് മെസ്സേജ്. ഞാൻ സൗണ്ട് വളരെ കുറഞ്ഞു പോകുന്നുണ്ട്, ഒന്നും എനിക്ക് സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ട്. എല്ലാം കോൾഡ് കാരണമൊക്കെ അടഞ്ഞിരുന്നിട്ട് എനിക്ക് തന്നെ സോറി. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എടുക്കാം ഞാൻ ഇന്നത്തെ. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അധികം ഡെക്കൊന്നും ഞാൻ ക്യാരി ചെയ്യില്ല. 1-2 ഡെക്കൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഇപ്പം എനിക്കും ഒരു ശീലമാണ്. ഇതൊക്കെ ഒന്ന് മാറുകയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടമാണ്. എനിവേ, ദൈവം ചില സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ആക്കി വിടും, എന്താ ചെയ്യാം. ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ ഇടയ്ക്ക് അറിയിച്ചുകൊണ്ടിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, സോ എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എടുക്കട്ടെ. ഞാൻ അതൊരു ഓക്കെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, 5 of Cups ലോസ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. King of Wands, 10 of Wands. ഓക്കെ, ഒരുപാട് ഓക്കെ, ആക്ച്വലി പോസിറ്റീവാണ്. എന്താണ് ഇവിടെ ലോസ് വന്നത് എന്ന് നോക്കട്ടെ. ഓക്കെ, ഫൈനാൻഷ്യലി അഗൈൻ 5. ഓക്കെ, King of Wands എന്താ കാണിക്കുന്നത് ഇവിടെ? ഓക്കെ, Knight of Wands and 10 of Wands എന്താ കാണിക്കുന്നത്? ഓക്കെ, ഫൈൻ.
ഐ തിങ്ക് നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നഷ്ടങ്ങൾ ഇവിടെ രണ്ട് തരത്തിലും പറയാം, ഇമോഷണലി അല്ലെങ്കിൽ ഫൈനാൻഷ്യലി. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ലോസസ് വന്നിട്ടുണ്ട്. ആ ഒരു ലോസ് പക്ഷേ മേ ബി ഇത് പാസ്റ്റിലെ കാര്യമായിരിക്കാം, ഇപ്പോഴത്തെ ആവണമെന്നില്ല. ഓക്കെ, മുൻപ് നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ചില നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ശ്രമിച്ചാലും മേ ബി നടക്കുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും നിങ്ങൾക്ക് തടസ്സങ്ങൾ വരിക, എപ്പോഴും നിങ്ങൾക്ക് ലോസ് വരിക, നിങ്ങൾ എന്ത് ചെയ്താലും അത് കാര്യങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നില്ല. മേ ബി നിങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് തോന്നുന്നുണ്ടാവാം. ഫൈനാൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലോസ് വന്ന് കാണാം. വിഷമം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷമമുണ്ട് നിങ്ങൾക്ക്. അത് പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് സംഭവിച്ച വലുതുമായിരിക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും തനിച്ചല്ല. ഓക്കെ, ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് തനിച്ചായി പോയി എന്ന് ഒരിക്കലും കരുതരുത്. ആര് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും, ഓക്കെ, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലോസ് വന്നാലും ശരി, എന്ത് വന്നാലും ശരി, എപ്പോഴും നമുക്ക് കൂടെ ഇവിടെ യൂണിവേഴ്സ് ഉണ്ട് എന്നാണ് പറയുക. ഓക്കെ, ഇത് കാണുന്ന ഒരു ചർച്ചിൻ്റെ ഇതാണ് നമ്മൾ പറയാം. ഓക്കെ, ചർച്ചിൻ്റെ വിൻഡോ അല്ലെങ്കിൽ ഡോർ എന്ന് പറയാം. അപ്പോൾ അവിടുന്ന് വെളിച്ചം വരുന്നുണ്ട്. ഓക്കെ, സോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുറത്തിരിക്കുന്നുണ്ട്, ശരിയാണ്, മഞ്ഞിലാണ് കിടക്കുന്നത്, നിങ്ങൾക്കൊന്നുമില്ല, ആരുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എപ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ ഈ 5 കപ്സിൻ്റെ കാര്യത്തിലും, ഓക്കെ, ഇവിടെ 2-3 കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വന്നു, ശരിയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ചിലത് നിങ്ങൾക്ക് ബാക്കിയുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും. ഇപ്പം നമ്മൾ ഫൈനാൻഷ്യൽ ലോസ് വന്നു എന്ന് വിചാരിക്കുക, ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പണം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ എനർജിയും ഒന്നും പോകാതെ നോക്കിയാൽ മതി. അതാണ് കഴിവുകൾ എന്തായാലും എവിടെയും പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ മെൻ്റൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഹെൽത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ഇതൊക്കെ നേടിയെടുക്കാം. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഇവിടെ പറയുന്ന കിങ് ഓഫ് വാൻസ് ആണ്. സോ യെസ്, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കഴിവുകളുണ്ട്, നിങ്ങൾ വളരെ ആക്ച്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, നിങ്ങൾക്ക് കഴിവുകളുണ്ട് ഒരുപാട് എന്നാണ് കാണുന്നത് എനിക്ക്. ഈവൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടി ലീഡ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ്. മേ ബി ഈ ലോസൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും പലതും, അല്ലേ? പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി ലീഡ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും, മറ്റുള്ളവർ കൂടി വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ, ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ തന്നെ വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കാരണം നിങ്ങൾ അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ്. കഴിവെന്ന് പറയുമ്പോൾ, ടാലൻസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ, ഓക്കെ, അങ്ങനെ വല്ല കഴിവുള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാവാം, ഐഡിയാസ് വരുന്നുണ്ടാവാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ, ബിസിനസ് ഐഡിയാസ് ആവാം, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഐഡിയാസൊക്കെ വരും. നിങ്ങൾക്ക് ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ എഴുത്ത് കാര്യങ്ങൾ, പാട്ട്, അങ്ങനത്തെ പല ഫീൽഡിലൊക്കെ ആവാം കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ എന്തും ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, ചില ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. ആൻഡ് ഇവിടെ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യുക, എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ മോട്ടിവേഷൻ, ഓക്കെ, നിങ്ങൾ അവനവനെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരൂ എന്നാണ് പറയുന്നത്. ഈ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരൂ എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ 10 ഓഫ് വാൻസ് ഉണ്ട്. യെസ്, നിങ്ങൾ ഒരുപാട് പക്ഷെ മനസ്സിൽ ഐ തിങ്ക് ഭാരങ്ങൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലെ ഭാരമായിരിക്കാം. ഓക്കെ, മേ ബി ഈ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കാം നിങ്ങൾ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും. ഐ തിങ്ക് ഒരുപാട് ടെൻഷനല്ല ഇത്, അതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഭാരങ്ങൾ എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ മേലെ അതൊരു ഭാരമായിട്ട് എടുക്കരുത്. അതായത് നിങ്ങൾക്ക് ആരോടും ഒന്നും പ്രൂവ് ചെയ്യാനില്ല, അത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ ചില നഷ്ടങ്ങൾ വന്നു. ഓക്കെ, ഇനി പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ. ആൻഡ് അതും നിങ്ങളുടെ മേലൊരു ഭാരമായിട്ട് വരരുത്. അതായത് ഞാൻ ചെയ്ത് കാണിക്കണം, ഞാൻ പ്രൂവ് ചെയ്യണം എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ആ ബ്ലെസ്സിങ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പറ്റുമെന്നുമാണ്. ആൻഡ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമെന്ന് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുമെന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് ഒരു കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യരുത് എന്ന മട്ടിൽ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഓക്കെ, മേ ബി അതായിരിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പഴയ മീൻസ് നിങ്ങൾക്ക് ലോസ് ആവോ എന്നുള്ള പേടി, എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അങ്ങനത്തെ പേടികളൊന്നും വരാതിരിക്കുക. ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് അവനവന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ എതിർപ്പുകൾ ഒരുപാട് ഉണ്ടാവും, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കും, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ്, യെസ്, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, സോറി, നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് എന്ന രീതി കാണുന്നുണ്ട്. സന്തോഷങ്ങൾ, സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് എല്ലാം കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, വളരെയധികം നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും.
ഇമോഷണലി ഓക്കെ നിങ്ങൾക്ക് എന്തൊരു ഓഫർ വരുന്ന കാര്യമായിരിക്കാം, ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ആക്ച്വലി എല്ലാം സങ്കടങ്ങളാണ് കാണുന്നത് അല്ലേ, പക്ഷേ ഇത് അത്രയും സന്തോഷമുള്ള കാർഡാണ്. സോ നിങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിവിടെ നിങ്ങളുടെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് മെയിൻ നിങ്ങൾക്ക്. ഓക്കെ, പാസ്റ്റിലെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുക, പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടികൾ വിട്ടുകളയുക. ആൻഡ് നിങ്ങളുടെ കഴിവ് മാക്സിമം യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തു പോവുക. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് അങ്ങനെ ഉണ്ടാവും. കാരണം നമ്മൾ ഗിവ് അപ്പ് ചെയ്യാത്ത ആൾക്കാർക്കാണ് എപ്പോഴും ദൈവം കൂടെ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുന്നതായിട്ട് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ സക്സസ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും, നല്ലോണം സക്സസ് കിട്ടും, അതിൽ വിക്ടറി വരും എന്ന രീതിക്കാണ്. സോ യെസ്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റിയെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഈ വിഷമങ്ങൾ, കാര്യങ്ങൾ, നിങ്ങളെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി, അതൊന്നും നിങ്ങളെ തടയാൻ വിടരുത്. ഓക്കെ, ന്യൂ കരിയർ, യെസ്. ഓക്കെ, ന്യൂ ബിഗിനിങ് എന്ന ജോബായിരിക്കാം. യെസ്, മേ ബി നിങ്ങൾ കുറച്ച് പേര് യുവർ വർക്ക് ഫോക്കസ് ഇസ് ഷിഫ്റ്റിംഗ് ഇൻ എ പോസിറ്റീവ് ന്യൂ ആൻഡ് സക്സസ്ഫുൾ ഡയറക്ഷൻ. സക്സസ്ഫുൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിലോ വിക്ടറി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്കൊരു പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ കരിയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കരിയർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടാലൻസ് ഉണ്ടാവാം, വലുതൊക്കെ കഴിവുകൾ ഉണ്ടാവാം. ആ കഴിവിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ ഒരു കരിയർ വരാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് യൂസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ജോലിയിലായാലും എവിടെയായാലും മേ ബി ഒരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ കരിയർ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, ഇതുവരെ ചെയ്തല്ലാതെ. ഓക്കെ, നിങ്ങൾ വേറെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി കാണുന്നുണ്ട്. സോ ന്യൂ കരിയർ കുറച്ച് പേർക്ക് യുവർ വിഷ് ഇസ് ഗ്രാൻറ്റഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്, വിക്ടറി വരുന്നുണ്ട്, നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് എല്ലാം തരുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷങ്ങൾ തരുന്നുണ്ട്. വാട്ട് യു ഹാവ് ആസ്ക്ഡ് ഫോർ ഇസ് കമ്മിങ് ട്രൂ. നിങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ തയ്യാറാണ്. ഓക്കെ, ആൻഡ് ഇവിടെ വെജിറ്റേറിയൻ, എ ന്യൂ വേ ഓഫ് ഈറ്റിംഗ് ഗിവ്സ് യു മോർ എനർജി, ഹെൽത്ത്, ക്ലാരിറ്റി ആൻഡ് സ്ട്രോങ്ങർ. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ച് കാലം നോൺ വെജ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പെർമനൻ്റ്ലി എന്ന രീതിക്കല്ല, പക്ഷേ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യുക. സോ അല്ലെങ്കിൽ നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തിന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും. ആൻഡ് ബി യുവർ സെൽഫ്, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിട്ടിരിക്കാം. ഓക്കെ, ആൻഡ് ദ സിറ്റുവേഷൻ കോൾസ് ഫോർ യു ടു ബി ഒത്തൻറ്റിക് സെൽഫ് വിച്ച് ഇസ് ബേസിസ് യുവർ പേഴ്സണൽ പവർ. നിങ്ങൾക്ക് പേഴ്സണൽ പവർ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ കഴിവുകളുണ്ട് നിങ്ങളുടെ കയ്യിൽ. ആൻഡ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ നിൽക്കണ്ട എന്നുകൂടിയാണ്. ഓക്കെ, ഈസി ഡസ് ഇറ്റ്. സ്റ്റോപ്പ് ട്രൈങ് സോ ഹാർഡ് ടു കൺട്രോൾ എവറിത്തിങ് ആൻഡ് ഓൾ ദ ഡോർസ് വിൽ ഓപ്പൺ ഫോർ യു. ഐ തിങ്ക് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി പേടിയാണ്, ഇനിയും സംഭവിച്ചാലോ, നഷ്ടങ്ങൾ വന്നാലോ, എന്തെങ്കിലും തെറ്റിപ്പോയാലോ, നടന്നില്ലെങ്കിലോ, മറ്റുള്ളവർ എന്ത് പറയും. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ പ്രഷർ നിങ്ങൾ വിട്ടുകളയും. ആക്ച്വലി അതാണ് ഞാൻ ബേർഡൻ, ഇവിടെ 10 of Wands ബേർഡൻ എനിക്കത് ഫീൽ ചെയ്തിരുന്നു. നിങ്ങൾ അവനവൻ്റെ മേലെ ഒരുപാട് ബേർഡൻ എടുക്കുന്നതായിട്ട്. കാരണം എക്സ്പെക്റ്റേഷൻ എന്ന് പറയും, നിങ്ങൾ അവനവനിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അത്രയും ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ നോർമൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങൾ ചെയ്തു പോകുക, അത് തന്നെ ധാരാളമാണ്. ഓക്കെ, ഒരുപാട് പ്രഷർ എടുത്ത് എന്താവുമെന്ന് വെച്ചാൽ പിന്നീട് അത് കാര്യങ്ങൾ നടക്കാതെയാവും. ഓക്കെ, ആൻഡ് സമ്മർ, എവറിത്തിങ് ദറ്റ് യു ആർ ആസ്കിങ് ഫോർ ബിക്കംസ് യുവേഴ്സ് ഇൻ ദ സമ്മർ ടൈം. ഓക്കെ, നിങ്ങൾ ഈ സമ്മർ വരുമ്പോൾ, അതായത് ഒരു മാർച്ചാണ് നമ്മൾ പറയുക അല്ലേ, ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ചിൻ്റെ അടുത്ത് നമുക്ക് സമ്മർ ടൈം. ഓക്കെ, വേനൽക്കാലം, ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും എന്നാണ് പറയുന്നത്. സോ അതിവിടെ മേ ബി നിങ്ങൾ ന്യൂ കരിയർ മാറുന്നത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേക്കും ഒരു നല്ല എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷേ യെസ്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനവൻ്റെ മേലെ കുറച്ച് പ്രഷർ ഇടുകയാണ്. ഓക്കെ, എന്ന് മാത്രമല്ല ഐ തിങ്ക് പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വീണ്ടും പാസ്റ്റിനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല, അതെപ്പോഴും മനസ്സിലാക്കാം. ഓക്കെ, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട് നിങ്ങളിവിടെ മെയിനായിട്ട് അതാണ്. ഓക്കെ, ബ്ലെസ്സിങ്സ് അപ്പോഴേ വരുള്ളൂ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് മെമ്പർഷിപ്സ് ഇനി ഉണ്ടാവില്ല. സോ പ്ലീസ്, ഇതുവരെ എടുത്തവർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കുറച്ച് എക്സ്ട്രാ പറ്റുന്നത് ചെയ്യാൻ, നിങ്ങളുടെ കഴിയുന്നവരെ മെമ്പർഷിപ്പ് മേ ബി ഒരു 1 month കൂടി എന്തെങ്കിലും പറ്റുന്നത് ഞാൻ മാക്സിമം ഞാൻ കുറച്ച് ദിവസം കൂടെ ഇടാൻ ശ്രമിക്കാം. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.